എക്സോ പ്ലാനറ്റ്സ് എന്നത് നമുക്ക് എപ്പോഴും ഒരു വലിയ അത്ഭുതമാണ്. അന്യഗ്രഹങ്ങളിൽ എന്തൊക്കെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും എന്നറിയാനുള്ള കൗതുകമാണ് അതിന്റെ കാരണം. ഈ കൗതുകത്തിന്റെ പേരിൽ നമ്മൾ എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ പ്രപഞ്ചം ഒരു പടി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായിട്ടും നമുക്ക് എക്സോ പ്ലാനറ്റ്സിനെ കുറിച്ച് വലിയ കൃത്യമായ ധാരണകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒടുവിൽ കാലത്തിന്റെ മൂടുപടം തുളച്ചു കയറുന്ന ഒരു യന്ത്രം നമ്മൾ നിർമ്മിച്ചു. അതാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പിലൂടെ നമുക്ക് എക്സോ പ്ലാനറ്റ്സിനെ കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അവയുടെ അന്തരീക്ഷ ഘടനകൾ വരെ മനസ്സിലാക്കാൻ സാധിക്കും. അനന്തരഫലമായി JWSTയിലൂടെ പഞ്ഞിമുട്ടായി പോലത്തെ ഗ്രഹങ്ങൾ, ഇരുട്ടിനേക്കാൾ ഇരുണ്ട ലോകങ്ങൾ, നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുള്ള ഗ്രഹങ്ങൾ, നരകതുല്യമായ അവസ്ഥകളുള്ള ലോകങ്ങൾ, അങ്ങനെ അത്ഭുതാവഹമായ ഒരുപാട് എക്സോ പ്ലാനറ്റ്സിനെ നമ്മൾ കണ്ടെത്തി. അത്ഭുതമെന്നതിലുപരി ഇതിൽ പല ഗ്രഹങ്ങളും അതിതീവ്രവും വളരെ വിചിത്രവുമാണ്. അത്തരത്തിൽ JWST ഏറ്റവും റീസെന്റ് ആയി കണ്ടെത്തിയ പുതിയ ചില വിചിത്രമായ എക്സോ പ്ലാനറ്റ്സ് ഏതാണെന്നും എന്താണ് അവയുടെ പ്രത്യേകതകളെന്നും നമുക്ക് നോക്കാം. ഏകദേശം 97 പ്രകാശവർഷങ്ങൾക്കകലെ നമ്മുടെ സൂര്യന്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള ഒരു ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തിന് ചുറ്റും 3 ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് GJ9827d. ഈ എക്സോ പ്ലാനറ്റിന്റെ അന്തരീക്ഷം മൊത്തം ജലത്തിന്റെ നീരാവി കൊണ്ട് നിറഞ്ഞതാണ്. അതിനാൽ ഇതിനെ സ്റ്റീം വേൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം ഗ്രഹങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പണ്ടേ തന്നെ ശാസ്ത്രജ്ഞർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. 2017 കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പാണ് ഇതിനെ കണ്ടെത്തിയത്. ശേഷം 2023 JWST നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നുമാണ് ഇത് ശരിക്കും ഒരു സ്റ്റീം വേൾഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ ഗ്രഹം ഇതിന്റെ നക്ഷത്രത്തിന്റെ ഒരുപാട് സമീപത്താണ് നിൽക്കുന്നത്. സമീപത്തെന്ന് പറയുമ്പോൾ ഏതാണ്ട് 84 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിൽ. ഓർക്കുക, ഭൂമി സൂര്യനിൽ നിന്നും ഏതാണ്ട് 15 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. ഇത്രയും സമീപത്തായതുകൊണ്ട് തന്നെ 400 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഈ ഗ്രഹത്തിന്റെ ഉപരിതല താപനില. ഈ തീവ്രമായ ചൂട് കാരണമാണ് ഇതിലുള്ള ജലമെല്ലാം അന്തരീക്ഷത്തിൽ നീരാവിയായി നിൽക്കുന്നത്. നിലവിൽ അന്തരീക്ഷമുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ എക്സോ പ്ലാനറ്റാണിത്. ചെറുതെന്ന് പറഞ്ഞെങ്കിലും ഇതിന് യഥാർത്ഥത്തിൽ ഭൂമിയുടെ 2 മടങ്ങോളം വലിപ്പമുണ്ട്. ഇത്രയും വലിയ ഗ്രഹങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലുമുള്ളത് ഹൈഡ്രജനും ഹീലിയവുമായിരിക്കും. എന്നാൽ ഈ എക്സോ പ്ലാനറ്റിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലത്തിന്റെ നീരാവിയാണ്. ഇത് തന്നെയാണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. എന്തെന്നാൽ ഈ ഗ്രഹം നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെ രൂപം കൊണ്ടതായിരിക്കുമെന്നാണ് ഈ നീരാവി സൂചിപ്പിക്കുന്നത്. അതായത് ഇത് പണ്ടൊരിക്കൽ സമുദ്ര ലോകമായിരുന്നു. ഇത്തരം ലോകങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ സമീപത്ത് രൂപം കൊള്ളാൻ സാധിക്കില്ല. അതിനാൽ ഈ എക്സോ പ്ലാനറ്റ് രൂപം കൊണ്ടത് തീർച്ചയായും നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെയാണ്. എന്നാൽ പിന്നീട് എങ്ങനെയോ നക്ഷത്രത്തിന്റെ ഒരുപാട് സമീപത്ത് വന്നു. അപ്പോഴാണ് കഠിനമായ ചൂട് കാരണം ജലം മുഴുവൻ നീരാവിയായി മാറിയത്. അതിനോടൊപ്പം നക്ഷത്രത്തിൽ നിന്നുമുള്ള തീവ്രമായ റേഡിയേഷൻ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന കനം കുറഞ്ഞ വാതകങ്ങളെ, അതായത് ഹൈഡ്രജനും ഹീലിയവും പോലെയുള്ള വാതകങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അങ്ങനെയാണ് ഇതൊരു സ്റ്റീം വേൾഡായി മാറിയത്. ഭൂമിയെ പോലത്തെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ അന്തരീക്ഷത്തിൽ മാത്രമേ സാധാരണഗതിയിൽ ജലത്തിന്റെ നീരാവി പോലെയുള്ള വലിയ മോളിക്യൂൾസ് വൻതോതിൽ കാണപ്പെടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എക്സോ പ്ലാനറ്റിനെ നിരീക്ഷിച്ചാൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എങ്ങനെ രൂപം കൊള്ളുന്നുവെന്നും അവ എങ്ങനെയാണ് പരിണമിക്കുന്നതെന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭൂമിയും പണ്ടൊരിക്കൽ സമുദ്രലോകമായിരുന്നു. അതുമാത്രമല്ല, നക്ഷത്രത്തിൽ നിന്നും അകലെയായിരിക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ് പിന്നീട് നക്ഷത്രത്തിന്റെ സമീപത്തോട്ട് വരുന്നതെന്നും ഈ എക്സോ പ്ലാനറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 200 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു വാതക ഭീമൻ ഗ്രഹമാണ് വാസ്പ് 107b. ഇതും ഒരു ചെറിയ ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രത്തിനെയാണ് വലം വയ്ക്കുന്നത്. ഈ ഗ്രഹത്തിന് ഏതാണ്ട് നമ്മുടെ ജൂപ്പിറ്ററിന്റെ അത്രത്തോളം വലിപ്പമുണ്ട്. പക്ഷേ ജൂപ്പിറ്ററിന്റെ 10% മാസ് പോലുമില്ല. അതിനർത്ഥം ഈ എക്സോ പ്ലാനറ്റ് തീരെ സാന്ദ്രത കുറഞ്ഞതാണ്. ഈ ഗ്രഹവും ഇതിന്റെ നക്ഷത്രത്തിന്റെ ഒരുപാട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ നക്ഷത്രത്തിൽ നിന്നും വെറും 75 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിൽ. അതുമാത്രമല്ല, ഇതിന്റെ ഓർബിറ്റ് എക്സെൻട്രിക് ആണ്. ഈ ഓർബിറ്റ് കാരണം നക്ഷത്രം ഗ്രഹത്തിൽ ചെലുത്തുന്ന ഗ്രാവിറ്റി നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും. അതും വളരെ വേഗത്തിലായിരിക്കും മാറുന്നത്. ഈ വ്യത്യാസം കാരണം ഗ്രഹത്തിന്റെ കോർ ഭാഗം എപ്പോഴും വലിച്ചു നീട്ടപ്പെടുകയും അമർത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും. അതായത് കോർ ഭാഗത്തിൽ ശക്തമായ ഫ്രിക്ഷൻ ഉണ്ടാകും. ഈ ഫ്രിക്ഷൻ കാരണം അവിടെ തീവ്രമായ ചൂടുണ്ടാവുകയും ചെയ്യും. ടൈഡൽ ഹീറ്റിംഗ് എന്നാണ് ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായും വാതകങ്ങൾ വലിയ രീതിയിൽ വികസിക്കും. ഇങ്ങനെയാണ് ഈ ഗ്രഹത്തിലെ വാതകങ്ങളൊക്കെ വികസിച്ചതും ഇത് ഇത്രയും വലിപ്പം വെച്ചതും.
ഇതിന്റെ അന്തരീക്ഷത്തിൽ സിലിക്കേറ്റ് മേഘങ്ങൾ ഉള്ളതായിട്ടും JWSTയുടെ നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ സിലിക്കേറ്റ് മേഘങ്ങളിലെ പദാർത്ഥങ്ങൾ കണ്ടൻസായി മഴ പോലെ പെയ്യുന്നുണ്ടായിരിക്കും. സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി മണലാണ്. അപ്പോൾ ഈ ഗ്രഹത്തിൽ മണൽ മഴ പെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ പറഞ്ഞതൊരു നിഗമനം മാത്രമാണ്. സിലിക്കേറ്റ് മേഘങ്ങൾ ഉണ്ടെന്ന് കരുതി അവിടെ മണൽ മഴ പെയ്യണമെന്ന് നിർബന്ധമില്ല. എക്സോ പ്ലാനറ്റ്സിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന നക്ഷത്രത്തിന്റെ പ്രകാശം നിരീക്ഷിക്കുമ്പോൾ ആ എക്സോ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെയാണ് ട്രാൻസ്മിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ ഗ്രഹത്തിന്റെ ഇത്രയും വലിയ അന്തരീക്ഷം ട്രാൻസ്മിഷൻ സ്പെക്ട്രോസ്കോപ്പി നടത്താൻ വളരെ ഉത്തമമാണ്. അതിനാൽ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന നക്ഷത്രത്തിന്റെ പ്രകാശത്തിനെ അന്തരീക്ഷം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഗ്രഹം വളരെ ഉപയോഗപ്രദമായിരിക്കും. അതിനു പുറമെ ടൈഡൽ ഹീറ്റിംഗിനെ കുറിച്ച് കൂടുതൽ സമഗ്രമായി പഠിക്കാനും വാതകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും എസ്കേപ്പ് ആകുന്നതിനെ കുറിച്ച് പഠിക്കാനും വാസ്പ് 107b സഹായകരമായിരിക്കും. വാസ്പ് 107b തീരെ സാന്ദ്രത കുറഞ്ഞ ഒരു ഗ്രഹം തന്നെയാണ്. പക്ഷേ പ്രപഞ്ചത്തിൽ ഇതിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരു ടൈപ്പ് ഗ്രഹങ്ങളുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് വാസ്പ് 139b. ഇത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 1.5 മടങ്ങ് വലിപ്പമുള്ള ഒരു വലിയ വാതക ഭീമൻ ഗ്രഹമാണ്. പക്ഷേ ജൂപ്പിറ്ററിന്റെ 14% മാസ് മാത്രമേ ഉള്ളൂ. അതായത് ഇതിന്റെ സാന്ദ്രത എന്നത് വെറും 0.059 ക്യൂബിക് സെന്റിമീറ്റർ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ പഞ്ഞിമുട്ടായിയേക്കാൾ സാന്ദ്രത കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോട്ടൺ കാൻഡി പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രഹം ഇതിന്റെ നക്ഷത്രത്തിന്റെ വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെറും 1 കോടി കിലോമീറ്ററുകൾക്ക് അകലെ. ഇത് ഒരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലമിക്കാൻ വെറും ഒരാഴ്ച പോലും എടുക്കില്ല. ഇത്രയും വലിയൊരു ഗ്രഹം എങ്ങനെ ഇതിന്റെ നക്ഷത്രത്തിന്റെ ഇത്രയും അടുത്ത് നിലനിൽക്കുന്നു എന്നത് ശരിക്കും വളരെ വലിയൊരു നിഗൂഢതയാണ്. എന്തെന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഗ്രഹം നക്ഷത്രത്തിന്റെ വളരെ അടുത്ത് നിന്നാൽ നക്ഷത്രത്തിന്റെ അതിതീവ്രമായ റേഡിയേഷൻ കാരണം ഗ്രഹത്തിന്റെ അന്തരീക്ഷം മൊത്തം നശിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇത് അടുത്ത കാലത്തെങ്ങാനും നക്ഷത്രത്തിന്റെ അടുത്തെത്തിയതായിരിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും എസ്കേപ്പ് ആകുന്ന വാതകത്തിന്റെ അളവും ഇതിന്റെ ഓർബിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 100 കണക്കിന് കോടി വർഷങ്ങളായിട്ട് ഇത് നക്ഷത്രത്തിന്റെ സമീപത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രഹമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഇതുവരെ നശിക്കാത്തത്? ഇത് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. ഇതുപോലെ മറ്റൊരു കോട്ടൺ കാൻഡി പ്ലാനറ്റ് ആണ് കെപ്ലർ 51d. ഇതിന് ഏതാണ്ട് നമ്മുടെ സാറ്റേണിന്റെ അത്ര വലിപ്പമുണ്ട്. പക്ഷേ JWSTയിൽ നിന്നുമുള്ള നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഇതിന് സാറ്റേണിന്റെ 8% മാസ് മാത്രമേ ഉള്ളൂ. അതിനാൽ ഇതിന്റെ സാന്ദ്രത എന്നത് വെറും 0.038 ഗ്രാംസ് പെർ ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതായത് പഞ്ഞിമുട്ടായിയേക്കാൾ ഒരുപാട് കുറവ്. ഇത് നമ്മുടെ സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രത്തിന് ചുറ്റുമാണ് വലം വയ്ക്കുന്നത്. പക്ഷെ ഇത് നക്ഷത്രത്തിൽ നിന്നും ഏതാണ്ട് 8 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ്. മറ്റൊരു കാര്യം, കെപ്ലർ 51dയുടെ നക്ഷത്ര വ്യൂഹത്തിൽ മൊത്തം 4 ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. JWST നടത്തിയ പ്രാഥമിക നിരീക്ഷണത്തിൽ ഈ 4 ഗ്രഹങ്ങളും കോട്ടൺ കാൻഡി പ്ലാനറ്റ്സ് ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ നിലവിൽ അതൊരു നിഗമനം മാത്രമാണ്. ഒരുപക്ഷെ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലിയ വളയങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അത് കാരണമാണ് ഇവ വലിയ ഗ്രഹങ്ങളായി കാണപ്പെടുന്നതെന്നുമാണ് നിലവിൽ ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്. അതല്ലാതെ ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം ഇത്രയും കാലമായിട്ടും എങ്ങനെയാണ് നശിക്കാതെ നിലനിൽക്കുന്നത് എന്നത് വേറെ ഒരു രീതിയിലും നിലവിൽ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. JWSTയുടെ ഭാവി നിരീക്ഷണങ്ങളിൽ നിന്നും ചിലപ്പോൾ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. 261 പ്രകാശവർഷങ്ങൾക്കകലെ വാസ്പ് 43 എന്നൊരു വലിയ വാതക ഭീമൻ ഗ്രഹമുണ്ട്. ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിനേക്കാൾ 10% കൂടുതൽ വലിപ്പവും ഇരട്ടിയോളം മാസമുണ്ട്. ഇതിന്റെ നക്ഷത്രവും നമ്മുടെ സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു ഓറഞ്ച് ഡ്വാർഫാണ്. ഈ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നക്ഷത്രത്തിന്റെ വളരെ വളരെ അടുത്തുകൂടെയാണ് വലം വയ്ക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ വെറും 21 ലക്ഷം കിലോമീറ്ററുകൾക്കകലെ. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മെർക്കുറി സൂര്യനിൽ നിന്നും ശരാശരി 5.5 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. വെറും 19.5 മണിക്കൂറുകൾ കൊണ്ടാണ് ഇത് ഒരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. അതായത് ഇതിന്റെ ഒരു വർഷം എന്നത് വെറും 19.5 മണിക്കൂറുകളാണ്. ഈ ഗ്രഹത്തിൽ ജീവിച്ചാൽ എല്ലാ ദിവസവും ബർത്ത്ഡേ ആഘോഷിക്കാം. പക്ഷേ പ്രശ്നം എന്നത് ഈ ഗ്രഹത്തിൽ ജീവിക്കാനുള്ള ഒരു തരി സാഹചര്യം പോലുമില്ല. ഇത് നക്ഷത്രത്തിന്റെ വളരെ അടുത്തായതിനാൽ നക്ഷത്രവുമായിട്ട് ടൈഡലി ലോക്ക്ഡ് ആണ്. അതായത് ഒരു വശം നിരന്തരമായ രാത്രിയും മറുവശം നിരന്തരമായ പകലുമാണ്. പകൽ വശത്തിൽ 1250 ഡിഗ്രി സെൽഷ്യസോളമാണ് താപനില. പാറയെ നീരാവിയാക്കാനും ഇരുമ്പിനെ ഉരുക്കാനും വരെ ഈ താപനില മതി. രാത്രിവശവും ഒട്ടും മോശമല്ല. രാത്രിവശത്തിലും 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുണ്ട്. രാത്രിവശത്തിൽ പോലും ഇത്രയും താപനില വരാനുള്ള കാരണം ഇവിടെ വീശുന്ന അതിശക്തമായ കാറ്റാണ്.
8,000 km/h വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. ഓർക്കുക, ശബ്ദം സഞ്ചരിക്കുന്നത് പോലും വെറും 1234 km/h വേഗത്തിലാണ്. അതിതീവ്രമായ ഈ കാറ്റ് കാരണമാണ് പകൽ വശത്തിലുള്ള ചൂട് രാത്രി വശത്തിലും എത്തുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ ഇറങ്ങിയാൽ ഇത്രയും വലിയ അന്തരീക്ഷത്തിന്റെ അതികഠിനമായ സമ്മർദ്ദം കാരണം അയാള് വേഗം തന്നെ ഞെരുങ്ങി അമർന്ന് കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് ഈ സമ്മർദ്ദത്തിനെ ഭയക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ അന്തരീക്ഷത്തിലെ മാരകമായ ചൂട് കാരണം സമ്മർദ്ദം അയാളെ കൊല്ലുന്നതിന് മുന്നേ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അയാള് ഉരുകിത്തീരും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് ഈ ചൂടിനെയും ഭയക്കേണ്ട കാര്യമില്ല. ഈ തീവ്രമായ ചൂട് ഒരു മനുഷ്യന്റെ ജീവനെ ബാധിക്കില്ല. എന്തെന്നാൽ അതിശക്തമായ കാറ്റ് കാരണം ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങിയ ഉടനെ ഏതാണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അയാള് പൂർണ്ണമായും വളരെ വയലന്റ് ആയിട്ട് വലിച്ചു കീറപ്പെടും. അതുകൊണ്ട് സമ്മർദ്ദവും ചൂടുമൊന്നും അയാളുടെ ജീവനെ ബാധിക്കില്ല. വലിച്ചു കീറപ്പെടുന്ന ശരീരഭാഗങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ തീവ്രമായ ചൂടിൽ ഉരുകിപ്പോകും. അങ്ങനെ അയാളുടെ ഒരു രേഖ പോലും അവിടെ കാണില്ല. എത്ര മനോഹരമായ പ്ലാനറ്റ്! 369 പ്രകാശവർഷങ്ങൾക്കകലെ TOI 1798c എന്നൊരു ഗ്രഹമുണ്ട്. ഇതിന് നമ്മുടെ ഭൂമിയുടെ 1.5 മടങ്ങ് വലിപ്പവും 5.5 മടങ്ങ് മാസമുണ്ട്. ഇതൊരു സൂപ്പർ എർത്ത് ആയിരിക്കുമെന്നാണ് നിഗമനം. ഭൂമിയേക്കാൾ വലിപ്പമുള്ള റോക്കി പ്ലാനറ്റ്സ് ആണ് സൂപ്പർ എർത്ത് പ്ലാനറ്റ്സ്. ഇതും ഒരു ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രത്തിന് ചുറ്റുമാണ് വലം വയ്ക്കുന്നത്. ഇത് നക്ഷത്രത്തിൽ നിന്നും വെറും 16 ലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അടുത്തായതിനാൽ വെറും 12.5 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് ഒരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കും. അപ്പോൾ ഇവിടെ പോയാൽ ഒരു ദിവസം 2 തവണ ബർത്ത്ഡേ ആഘോഷിക്കാം. സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നതിന്റെ 3000 മടങ്ങ് റേഡിയേഷനാണ് TOI 1798cക്ക് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും കിട്ടുന്നത്. ഇത്രയും തീവ്രമായ റേഡിയേഷൻ കാരണം ഇതിന്റെ അന്തരീക്ഷം മുഴുവൻ ഏകദേശം പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടാകും. ഇതിന്റെ ഉപരിതല താപനില 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ താപനില കാരണം ഉപരിതലമാണെങ്കിൽ മൊത്തം ഉരുകിയ അവസ്ഥയിലായിരിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതൊരു നരകതുല്യമായ ലോകമാണ്. ഇതിന് നേരെ വിപരീതമായ ഗ്രഹങ്ങളെയും JWST നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് HR 8799. ഇത് ഏകദേശം 133 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു നക്ഷത്ര വ്യൂഹമാണ്. നമ്മുടെ സൂര്യനേക്കാൾ 1.5 മടങ്ങ് വലിപ്പവും 5 മടങ്ങിൽ കൂടുതൽ തിളക്കവുമുള്ള ഒരു വലിയ നക്ഷത്രമാണ് ഈ വ്യൂഹത്തിലുള്ളത്. ഈ നക്ഷത്ര വ്യൂഹത്തിൽ 4 ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 ഗ്രഹങ്ങളും വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് എല്ലാം തന്നെ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. ഏറ്റവും അടുത്തുള്ള ഗ്രഹം പോലും നക്ഷത്രത്തിൽ നിന്നും 250 കോടി കിലോമീറ്റേഴ്സ് അകലെയാണ്. അവസാനത്തെ ഗ്രഹമാണെങ്കിൽ ഏതാണ്ട് 1000 കോടി കിലോമീറ്ററുകൾക്ക് അകലെയും. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏതാണ്ട് 450 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ്. ഇതെല്ലാം തന്നെ ജൂപ്പിറ്ററിനേക്കാൾ 5 മുതൽ 11 മടങ്ങ് വരെ വലിപ്പമുള്ള ശരിക്കും ബൃഹത്തായ ഗ്രഹങ്ങളാണ്. ഇത്രയും വലിയ ഗ്രഹങ്ങൾ എങ്ങനെ നക്ഷത്രത്തിൽ നിന്നും ഇത്രയും അകലെ രൂപം കൊണ്ടു എന്നത് യഥാർത്ഥത്തിൽ വലിയൊരു നിഗൂഢതയാണ്. എന്തെന്നാൽ ഒരു നക്ഷത്രം രൂപം കൊള്ളുന്ന സമയം അതിന് ചുറ്റുമുള്ള പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നുമാണ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത്. വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിതമായതാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്. ഈ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിന്റെ സാന്ദ്രത, അതായത് പദാർത്ഥങ്ങളുടെ അളവ് സ്വാഭാവികമായും കുറയും. അനന്തരഫലമായി നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെ വലിയ ഗ്രഹങ്ങൾക്ക് രൂപം കൊള്ളാൻ ആവശ്യമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെ വലിയ ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നമ്മുടെ സൗരയൂഥത്തിൽ നോക്കിയാൽ പോലും സാറ്റേണിനേക്കാളും ജൂപ്പിറ്ററിനേക്കാളും ഒക്കെ ഒരുപാട് ചെറുതാണ് ഏറ്റവും അവസാനത്തെ ഗ്രഹങ്ങൾ. പക്ഷേ HR 8799 വ്യൂഹത്തിൽ അതിഭീമാകാരമായ 4 ഗ്രഹങ്ങൾ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്നു. ഒരെണ്ണം ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ രൂപം കൊള്ളാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് കരുതാമായിരുന്നു. പക്ഷെ ഇത്രയും വലിയ 4 ഗ്രഹങ്ങൾ ഒട്ടും തന്നെ സാധ്യതയില്ലാത്തതാണ്. അതിനാൽ ഈ 4 ഗ്രഹങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു എന്നത് ശരിക്കും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്.